നല്ല നീയത്തിൽ ആത്മാർത്ഥമായി അധികാരം ഉപയോഗപ്പെടുത്തി ജനസേവനം ചെയ്താൽ വലിയ പ്രതിഫലവും വലിയ പുണ്യവുമാണെന്നും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഉമർ തങ്ങളുടെ ചെറിയ ഒരു ഖിസ്സ, ഒരു ചെറിയ ചരിത്രമുണ്ട്. യുഹ്ക അന്ന റജുലൻ ജാ ഇലാ ഉമർ ബിനുൽ ഖത്താബ്. ഒരാൾ ഉമർ തങ്ങളുടെ അടുത്ത് വന്നു. ഇന്നലെ മുത്തനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് അബൂദർ ഗിഫാരി തങ്ങൾ, എനിക്ക് അധികാരം വേണം, ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കി എന്നെ അങ്ങ് നിയോഗിക്കുമോ എന്ന ചോദ്യം. അതിന് നബി തങ്ങൾ കൊടുത്ത മറുപടി ഇന്നലത്തെ ഹദീത്തിൽ പറഞ്ഞു. ഇന്ന് പറയുന്നത്, ഒരിക്കൽ ഉമർ തങ്ങൾ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉമർ തങ്ങൾ അരികിലേക്ക് വന്നു. എന്നിട്ട് യത്തുലുബ വിലായത്തൻ, ഒരു അധികാരം ചോദിച്ചു വന്നാണ്, ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നൊന്ന് MP ആക്കുമോ, എന്നൊന്ന് MLA ആക്കുമോ, എന്നെ ഒരു കൗൺസിലർ ആക്കുമോ എന്നൊക്കെ ചോദിക്കണം. ആദ്യം ഒരാൾ വന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, അങ്ങ് ഖലീഫയുടെ ഭരണാധികാരിയാണ്, ഏതെങ്കിലും ഒരു ജില്ലൻ്റെ, നാടിൻ്റെ, മണ്ഡലത്തിൻ്റെ ഒക്കെ ഒരു സ്ഥാനം എനിക്ക് തരുമോ, എന്നെ ആക്കുമോ? ഫസഅലഹു ഉമർ വല്ലിനി ഫീമാ വല്ലാക്കല്ല, എനിക്ക് അധികാരം നൽകണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അത്തഖറഉൽ ഖുർആൻ, ഈ ഖുർആൻ ഓതാറുണ്ടോ, നീ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഫഅജാബ റജുലു, അപ്പോൾ അയാൾ പറഞ്ഞില്ല, ഇല്ല, എനിക്ക് ഖുർആനൊന്നും അറിയില്ല, ഞാൻ ഖുർആൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അത് ശരി, നീ ഖുർആൻ ശരിക്കും പഠിച്ചിട്ടില്ലല്ലേ, എന്നൊരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ ഈ MP ആക്കണോ MLA ആക്കണോ എന്നുള്ളതൊക്കെ പിന്നെ അറിയിക്കുക, ഈ ആദ്യം ഒന്ന് ഖുർആൻ പഠിച്ചു വാ. അതായത് നിനക്ക് ഒരു സ്ഥാനം നൽകിയതിനെ പറ്റി ഞാൻ പിന്നെ അറിയിക്കാം, നിനക്കൊരു അധികാരം നൽകി, നിനക്കൊരു സ്ഥാനം നിനക്ക് ഞാൻ നൽകുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് ഖുർആൻ പഠിച്ചു വാന്ന് പറഞ്ഞു. ഫഖാല ഉമറു ഇന്നാ ലാ നുവല്ലി മല്ലാ യഖറഉൽ ഖുർആൻ, ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ അധികാരം കൊടുക്കൂല, ഖുർആൻ പഠിക്കാത്ത ആളുകളെ ഞങ്ങൾ അധികാരികളാക്കൂല, അങ്ങേക്ക് സ്ഥാനമാനം വേണമെങ്കിൽ ഖുർആൻ ഒന്ന് ഓതി പഠിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്ത് പോയി. പിന്നെ അയാൾ ഖുർആൻ പഠിക്കാൻ പോയി. ബഅദ അൻ ലം യഹ്സിൽ റജുലു അലൽ വിലായ ഇജ്തഹദ ഫീ തഅല്ലുമിൽ ഖുർആൻ. പിന്നെ മനുഷ്യൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഖുർആൻ കുറേ പഠിച്ചു. ഖുർആൻ കുറേ പഠിച്ച് മനസ്സിലാക്കി. വ ഇൻദമാ ആദ ഇലാ ഉമറ മറത്തൻ ഉഖറ, ഖുർആനൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം ആ മനുഷ്യൻ ഉമർ തങ്ങളുടെ അരികിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, ഖാല ലഹു യാ അമീറൽ മുഅ്മിനീൻ, ഓ ഉമർ തങ്ങളെ, മുഅ്മിനീങ്ങളെ ഭരണാധികാരിയായ ഖലീഫ എവർകളെ, ലസ്തു മിമ്മൻ യുഹ്ജർ വലാകിന്നി തഅല്ലംതുൽ ഖുർആൻ, ഞാൻ ഇപ്പോൾ ഖുർആനൊക്കെ പഠിച്ചു, ഖുർആനൊക്കെ മനസ്സിലാക്കി, ഇനി എനിക്ക് അധികാരം വേണ്ട, സ്ഥാനം വേണ്ട, ഒന്നും വേണ്ട. ഫഅഗ്നാനിയല്ലാഹു അൻ ഉമറ വഅൻ ബാബി ഉമർ, ഇനി ഉമറിൻ്റെ വാതിൽ പടിയിലേക്ക് ഞാൻ വരൂല, അധികാരം ചോദിച്ച് വരൂല, സ്ഥാനമാനങ്ങൾ ചോദിച്ച് അങ്ങയുടെ അരികിലേക്ക് ഇനി ഞാൻ വരൂല. കാരണം ഖുർആൻ പഠിച്ചപ്പോൾ, ഖുർആൻ മനസ്സിലാക്കിയപ്പോൾ അധികാരങ്ങളോടുള്ള താല്പര്യവും സ്ഥാനമോഹങ്ങളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആദ്യം എനിക്ക് സ്ഥാനം ചോദിച്ചു വന്നിരുന്നു. അപ്പോൾ ഉമർ തങ്ങൾ ഒന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയപ്പം ഇതിലൊന്നും കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി. ഇനി എനിക്ക് സ്ഥാനം വേണ്ട, ഒരു മഹത്വവും വേണ്ട, ഒന്നും വേണ്ട, കാരണം ഖുർആൻ തന്നെ മതി എനിക്ക്. ഫഅഗ്നാനിയല്ലാഹു അൻ ഉമറ വഅൻ ബാബി ഉമറ. ഇത് ഒരു വലിയ പാഠമാണ്. ഉമർ തങ്ങൾ ഖുർആൻ പഠിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലായി. അവന് ഖുർആനും ഇസ്ലാമിക ബോധവും ധാർമ്മിക ചിന്തയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഷൈൻ ചെയ്യാനും ആളുകൾക്ക് മുമ്പിൽ ഇൻ ചെയ്യാനും നമുക്ക് വലിയ താല്പര്യവും പൂതിയൊക്കെ വരുന്നത്. സ്ഥാനത്തിനോട് ആർത്തിയുള്ള ആൾക്കാർ നമ്മൾ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത്. അത് വേണ്ടാന്നോ തെറ്റാണെന്നല്ല പറഞ്ഞത്, വളരെ നല്ലതും അങ്ങനെ ചെയ്യേണ്ടതും നൽകേണ്ടതും ഒക്കെ തന്നെ. പക്ഷെ അതോടൊപ്പം ഇത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നൊരു ബോധമാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. ഇസ്ലാമിൻ്റെ 5ാമത്തെ ഖലീഫ എന്നറിയപ്പെടുന്ന ആരാ? സയ്യിദന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ്. അദ്ദേഹം രാത്രി ഉറക്കമൊഴിച്ച് കരഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, മാനസികമായി വിഷമിച്ച് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എന്തു പറ്റി, നിങ്ങൾക്ക് എന്താണ് പ്രശ്നമുള്ളത്, നിങ്ങൾക്ക് എന്താ വിഷമം, നിങ്ങൾ കരയണത് എന്തിനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു വൈഹക് യാ ഫാത്തിമ, പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ ഫാത്തിമ, കത് ബുല്ലീത്തു, ഞാൻ ഇപ്പോൾ അധികാരിയായിട്ടുണ്ട്, എനിക്ക് സ്ഥാനം കിട്ടിയിട്ടുണ്ട്, ഇനി ഞാൻ എന്തിനാ കരഞ്ഞതെന്നറിയോ? ഫതഫക്കർതു ഫിൽ ഫഖീരിൽ ജാഇ, വിശന്ന് പറഞ്ഞ പാവപ്പെട്ട ദരിദ്രരെ ഞാൻ ഓർത്ത് എനിക്ക് സങ്കടം വരികയാണ്. വൽ മരീദിൽ വാഇ, ആരാരും ചികിത്സിക്കാനും ശുശ്രൂഷിക്കാനും ഇല്ലാത്ത പാവപ്പെട്ട രോഗികൾ ഓർത്ത് എനിക്ക് കരച്ചിൽ വന്നതാണ്.
വൽ ആരിൽ മജ്ഹൂദ് വൽ യതീമിൽ മക്സൂർ, സംരക്ഷിക്കപ്പെടാനില്ലാത്ത അനാഥകളെക്കുറിച്ചും വസ്ത്രങ്ങൾ ധരിക്കാനില്ലാത്ത പാവങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം. വൽ അർമരത്തിൽ വഹീദത്തി വൽ മദ്റൂമിൽ മഖ്ഹൂർ, പാവപ്പെട്ട ആക്രമിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെട്ടവരെ കുറിച്ചും അതുപോലെ വിധവകളായ ആരാരുമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകളെ കുറിച്ചുമാണ് എൻ്റെ വിഷമങ്ങൾ. വൽ ഖരീബി വൽ അസീർ, മോചിപ്പിക്കാൻ ആരുമില്ലാതെ ബന്ധനങ്ങളിൽ കഴിയുന്ന, ജയിലിൽ കഴിയുന്ന ബന്ധനസ്ഥരെ കുറിച്ചും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിദേശികളെ കുറിച്ചുമാണ് എൻ്റെ വിഷമം. വശൈഖുൽ കബീർ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന വൃദ്ധന്മാരെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. വദൽ അയ്യാലിൽ കസീർ, ഒരുപാട് കുടുംബ പ്രാരാബ്ദങ്ങളുള്ള പാവപ്പെട്ടവർ ഓർത്തിട്ടാണ് എൻ്റെ സങ്കടം. വൽമാലിൽ ഖലീൽ, മുതലൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാരെ പറ്റിയാണ് എൻ്റെ വിഷമം. വഷ്ബാഹിം ഫി അഖ്താരിൽ അർളി വതുറാഫിൽ ബിലാദ്, എൻ്റെ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ അവശത അനുഭവിക്കുന്നവരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് വിഷമാണ്. ഫഅലിംതു അന്ന റബ്ബി അസ്സ വജൽ, അപ്പം ഞാൻ മനസ്സിലാക്കി തീർച്ചയായിട്ടും അല്ലാഹു തആല സയസ്അലുനി അൻഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരെ കുറിച്ചൊക്കെ എന്നോട് ചോദിക്കുമല്ലോ. ഒരു വാർഡിൻ്റെ മെമ്പർ കൗൺസിലർ ആയാൽ അവിടെയുള്ള പാവപ്പെട്ട വിധവകളെ കുറിച്ച്, ഫക്കീറന്മാരെ കുറിച്ച്, യതീമുകളെ കുറിച്ച്, ദരിദ്രരെ കുറിച്ചൊക്കെ ചോദിക്കപ്പെടുമല്ലോ. ഇതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയാൻ കാരണം. വഅന്ന ഖസ്മി ദൂനഹു മുഹമ്മദ്, നാളെ പരലോകത്ത് മഹ്ശറയ്ക്ക് വരുമ്പോൾ നബിതങ്ങൾ എൻ്റെ അപ്പുറത്ത് പ്രതിയായി എനിക്ക് എതിരെ വാദിക്കും. എൻ്റെ ഉമ്മത്തിൽ സ്ഥാനം കിട്ടിയിട്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരെ പരിഗണിച്ചില്ലല്ലോ. ഇത് ചിന്തിച്ചിട്ടാണ് കരയണത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ സംഭവം അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇബ്നു കസീർ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ പറഞ്ഞ ഹദീസ് ഒന്നുകൂടി നമുക്ക് വലിയ പാഠമാണ്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി, ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന്. അല്ലാഹു തആല നമ്മളെ യഥാർത്ഥ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.